Hello guys, welcome back to our channel. LOL. Hello guys, welcome back to our YouTube channel. Aliza Vlogs. और आज हम लोग रिएक्ट करने वाले हैं भरतनाट्यम 2 मोहिनी आटम। और हम लोगों ने ये मूवी, जैसे कि आप लोगों को पता है, इसका मूवी का व्लॉग बहुत जल्दी आएगा। डोंट वरी, द व्लॉग विल बी अप। पर हम लोग आपके साथ रिएक्ट करने वाले हैं मोहिनी आटम भरतनाट्यम 2। और 3-4 लोगों ने कमेंट किया था, तो यार मैंने जैसे कि कहा था, अपडेट है, आडू 1 इसके बाद आने वाला है। तो stay tuned with us and make sure to subscribe our YouTube channel Aliza Vlogs. And just to let you know, मैंने अभी तक भरतनाट्यम के पार्ट 1 पे रिएक्शन नहीं दिया है। मैंने देखा ही नहीं है, मतलब देखा ही नहीं है। If you want, we can put our reaction. वही आप चाहते तो हम कर भी सकते हैं 1 पे, बट अभी के लिए हम बस मोहिनी आटम भरतनाट्यम 2 पे ही करेंगे। और एक बात, प्लीज अगर आप लोगों को भरतनाट्यम पे रिएक्शन नहीं चाहिए तो वो भी बता देना, क्योंकि हमें फिर पता चलेगा, फिर हम अकेले में देख सकते हैं। ओके, ऐसा बहुत बार होता है, क्या है ना, हम लोग देख लेते हैं, फिर लोग बोलते हैं अरे इस पे रिएक्शन चाहिए, तो वी कांट डू दैट। तो प्लीज लेट मी नो इन कमेंट सेक्शन, डू यू वांट पार्ट 1 रिएक्शन ऑफ भरतनाट्यम? ओके, तो फिलहाल के लिए लेट्स गेट स्टार्टेड। इट्स अ वेरी फन टाइम मूवी, बहुत प्यारी मूवी है, मुझे बहुत अच्छी लगी थी ये मूवी। एंड या आफ्टर वॉचिंग दिस मूवी मैंने कभी ये देखा ही, मतलब ओटीटी पे अभी फर्स्ट टाइम आप लोगों के साथ देख रहा हूँ। तो बिना किसी फर्दर डिले लेट्स गेट स्टार्टेड। रिकॉर्डिंग स्टार्ट नहीं की ब्रदर। बहुत अच्छा हुआ कि मुझे अभी याद आ गया, पीसी की रिकॉर्डिंग स्टार्ट नहीं की। मैंने सोचो पूरा, मतलब हम आधा देख चुके होते हैं और फिर हमेशा ऐसा होता है। 3 2 1 गो। What happened, brother? ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നവനാണെന്ന് പരാതി പറഞ്ഞ സുഭാഷ് അവിടെ സമയം എത്രയെന്ന് നോക്കിയേ നോക്ക്. ആ നമസ്കാരം. ഇത് എവിടാണ് സുഭാഷേ? ഇവിടുത്തെ ലിസ്റ്റില് പുതിയൊരു പൂജ കയറ്റുന്ന കാര്യമാണ്. അതായത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീടുകളിൽ ഇത് നടത്തിയാല് അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ, ഗ്രഹപൂജ എന്ന് പേരുവിടാം. ചേട്ടാ, ഞാനേ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ കൊള്ളാന്നുണ്ടായി. എന്നാ പോലെ ഡിസ്റ്റൻസ് ഒക്കെ എന്തിനാ ആക്കുന്നത്? അവിടെ ക്ലാസ് പോയിരുന്നു പഠിക്കും. കൊണ്ടുവരുന്നല്ലേ ആ കൂട്ടത്തെ രണ്ടുപേരെയും കൂടെ നീ ഇവിടെ കൊണ്ടുവരണം. ശ്രീകണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കുടുംബം നോക്കുന്നു. ഭരതനായരുടെ മകനാണ്. നീ ഇപ്പൊ എന്താ എങ്ങോട്ട് കയറി പോന്നു? താനേതാ? നിന്റെ അമ്മയോട് പറയണം ഇതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ. ഏത് സ്പീഡിലെടുക്കാൻ എനിക്കറിയില്ല. അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോകരുത്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ സുഭാഷ കണ്ടിട്ട് പോയേക്കുന്നേ. അച്ഛൻ ഇതുപോലെ തന്നെ ചില്ലായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കാലം കൂടെ സുഖമായിട്ട് ജീവിക്കാം. മൂപ്പര് അവസ്ഥയായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മള് കൂടെ തന്നെ ഉണ്ടാവാം. അവരൊരു നല്ല വക്കീലിനെ വെച്ചാൽ മാത്രം മതി, അടപടല അവർ അടിച്ചുകൊണ്ട് പോകാൻ I സാധ്യത. have to watch. This is a very nice recap to let you understand what's the story. Comedy scene. Hey, don't enter my house. താനവിടെ പ്രത്യേകിച്ച് വല്ലതും കണ്ടോ? കണ്ടു. എന്ത് കണ്ടു? ഒരേപോലത്തെ 2 പേര്. ആരും അറിയാത്തോണ്ട് നല്ല രസമൊക്കെ തോന്നും, ആരും പിടിക്കത്തില്ലെന്നൊരു വിശ്വാസം ഉണ്ടാവും. Oh God, no. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പെടും. ഒന്ന് എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത രീതിയിൽ പെട്ടുപോകും. Ouch. No. നമ്മളല്ലാതെ അവർക്ക് വേറെ ആരുമില്ലടാ. പാവങ്ങളാ 2. നീ പോയി അവരെ വിളിച്ചോണ്ട് വാ. ഭരതൻ നായരുടെ പഴയതും പുതിയതും കൂടെ എങ്ങോട്ടാ? Oh.
Hey, they look cute यार, वो जो twins है ना, they are very innocent. aura forward. ഓം നമ ശിവായ ജപിച്ച ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ചൂണ്ടുവല്ലോണ്ട് വീഴ്ത്തു. അസ്ഥി ഒഴുക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്ന് അനുവാദം ചോദിച്ചോളൂ. अस्थि अभी तक नहीं भाई. Good family time यार. കുറച്ച് കാലത്തേക്ക് നമ്മുടെ ടെൻഷനിൽ നിന്നൊക്കെ മാറിയിരിക്കാലോ. और ट्विंस में से ऐसा है कोई एक ट्विन क्या है कि वो पूरा एक्सट्रोवर्ट और दूसरा ट्विन थोड़ा सा पढ़ाकू और इंट्रोवर्ट है. അപ്പൊ നമുക്ക് താക്കോൽ ഐശ്വര്യമായിട്ട് കൈമാറാം. അമ്മേ അമ്മേ, കുഞ്ഞമ്മേ, ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കൂട്ടാം. ആയിക്കോട്ടെ. ഇവരാണ് താമസിക്കേണ്ടത്. മേടിച്ചോ. Oh God, very nice. Oh, how can I forget this guy, brother? एक मिनट व्हाट मैंने ध्यान नहीं दिया था उस टाइम पे. वेट अ मिनट. In his WhatsApp something was there. एक मिनट. A Kerala हाँ. Story 3 troublesome trash film. मतलब Oh God, they are giving some references. है मेरे. So अच्छा अपने neighbors को ढूंढे. ढूंढते अच्छे. നീ അകത്ത് തന്നെ ഇരുന്നാ മതി. ഒരുമിച്ച് പുറത്തിറങ്ങി വന്ന് വണ്ടി Difference है വിളിക്കണം. दोनों में. രണ്ടുപേർക്കും കാര്യം മനസ്സിലായല്ലോ. നീ വാ. आज तो नहीं, आज तो മൂപ്പര് ഒരു നിമിത്തായെന്നേ ഉള്ളൂ. എനക്കെന്തോ നിങ്ങളെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നല്ല പരിചയവും ഒരുപാട് അടുപ്പമുള്ള പോലെ തോന്നിനേനു. so cute यार. ये जगदीश भी था. हाँ, जगदीश सभी है भाई. How can we forget him? First floor for rent. बहुत ऐसा अच्छा लगता है जब Yeah. दो फैमिली में बॉन्डिंग होती है ना. देखा वो अरे यार वही भरतनाट्यम. पहले भी entry हो जाती है सब. Whoa. Yeah. Style में. Aura. We have to farm it, brothers. Look at him. बहुत So छोटी में ऐसा. curious भाई. कुछ तो करना है मुझे. थोड़ी थोड़ी कहानी भूल गया मैं. I'll just recall my memories. Wow. രണ്ട് മുറിയുടെ ഒറ്റ പേയ്മെന്റ് ആണെന്ന് പറയണേ. ആ പറയാം. He's so fit. He can bid the leaf. Oh, sorry, lift. Oh, okay. Very English. 360 ഡിഗ്രിയിൽ വട്ടത്തിലെ കുഴപ്പമായോ?
സമയം കിട്ടുമ്പോഴൊക്കെ അതിലൊന്ന് ന്യൂസൊക്കെ വെച്ചു നോക്ക്. എത്രയും വേഗം 1.5 കോടി ആ മോഹൻദാസിന്റെ പെട്ടിയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ അവൻ നമ്മളെ പൂട്ടും. 1.5 കോടിയോ? ആ രതീഷിന്റെ വായിൽ നിന്ന് എങ്ങനെ പോയാലും നമ്മളെ പേരൊന്നും പോകാൻ പോകുന്നില്ല. പക്ഷെ മോഹൻദാസ് അവൻ നമ്മളോടുള്ള ചുരുക്കം എന്തായാലും കാണിക്കും. നമ്മൾ മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ. കാറ്റുള്ളപ്പോ തൂച്ചാൻ നോക്കുക. ഇത് എപ്പോഴാ കൊടുക്കേണ്ടതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അവൻ ലാസ്റ്റ് ഡേറ്റ് വല്ലതും തന്നിട്ടുണ്ടോ? ഹലോ, ഇത് ഹെൽമെറ്റ് വെക്കാത്തതിന് ചെല്ലാൻ വന്നതല്ല. അയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരാൻ പറ്റൂ? അതൊന്നും നടക്കില്ല. അതിന്റെ കോൺഫിഡൻസിൽ അവൻ നോട്ടെണ്ണുന്ന മിഷ്യം വാങ്ങിച്ചു വെച്ചിട്ട് അവന്റെ കളി. അപ്പൊ ആളൊന്നൊക്കെ 38 ലക്ഷം വെച്ച് ഇറക്കണം. പല്ലെടുത്തിട്ടല്ല ഞാനിവിടെ കിടക്കുന്നത്, കരള് മാറ്റി വെച്ചിട്ടാ. ആ വകയിൽ 65 ലക്ഷം പൊട്ടിയത്. എന്റെ കയ്യിൽ ഇനി ഒന്നുമില്ല. പണ്ടൊരിക്കൽ ഈ ഒരു അവസ്ഥ നമുക്ക് വന്നപ്പോ ഭരതേട്ടനെ മുന്നിൽ നിർത്തിയാ നമ്മൾ കളിച്ചത്. അത് പണ്ടല്ലേ, ഇപ്പൊ ഇതിൽ നിന്ന് എങ്ങനെ നൂരാൻ പറ്റൂന്ന് പറ. അവര് ഡേറ്റ് ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഇത്രയധികം കാര്യങ്ങൾ സെറ്റപ്പ് ആക്കണമെങ്കിൽ കുറെ സമയം നമുക്ക് വേണ്ടേ? 38 ലക്ഷം അല്ലടോ. നിങ്ങൾ എന്തായാലും ഒരു 25 വെച്ച് ഒപ്പിക്ക്. സത്യേട്ടാ, ബാക്കി എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ബാക്കി താൻ ഒറ്റയ്ക്കോ? ഓ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിക്കാം, നോക്കട്ടെ. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവന്റെ ആപ്പിൾ ഒന്നേ ഉള്ളല്ലോ. ഉള്ളോട്ടോ. ശശേട്ടനോ? ശശിയേട്ടൻ ആ ബേബി എന്ന് പറഞ്ഞ ആളെ കാണാൻ പോയേക്ക. മൂപ്പര് വിചാരിച്ചാലേ വാടകക്കാരെ കിട്ടുമെന്നാ പറയണേ. നാട്ടിലെ കണ്ണായ സ്ഥലവും വിറ്റ് ഇവിടെ വീടും മേടിച്ചു കൊടുത്ത് ഇനി അതിന്റെ മുകളിൽ വാടകക്കാരെ നമ്മൾ ഒപ്പിച്ചു കൊടുക്കണം. അതൊക്കെ അവര് നോക്കിക്കോളൂലേ. ശശിയേട്ടനും അമ്മയ്ക്കും അതിർത്തി. നമ്മൾ പോണതിന് മുന്നേ അവരെ സേഫ് ആക്കണമെന്നാ പറയണേ. എടി നമ്മളിവിടെ ഡേഞ്ചറില്ല, അതവരറിയണ്ടോ? നീ അറിയണ്ടോ? ഇനി ഏതെങ്കിലും മുക്കുമൂലയും തപ്പിപ്പിടിച്ച് കച്ചവടാക്കി വരുമ്പോഴേക്കും സ്കൂളിൽ വേറെ ആൾക്കാർ കയറും. സ്കൂളിലെ ജോലി ഇപ്പൊ തൽക്കാലം പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിട്ടേക്കാൻ പോവേട്ടാ. വേറൊരു ജോലി കിട്ടുന്നത് വരെ തറവാട്ടിൽ നിൽക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാ ശശിയേട്ടൻ പറഞ്ഞത്. അപ്പൊ വേറെ ഓപ്ഷൻസ് ഒക്കെ ചർച്ചയിലുണ്ടല്ലേ? എടി എന്തെങ്കിലും ജോലി ഇട്ടിട്ട് കാര്യമുണ്ടോ? നമുക്കൊന്ന് സെറ്റിൽ ആവണ്ടേ? നമുക്ക് നമ്മുടേതായ സ്പേസ് വേണ്ടല്ലേ? അതെ. पर तू यार उस पे ब्लेम कैसे डाल सकता है? Why are you expecting from her parents, भाई? Example scene. Serious. Oh God. भाई मुझे है ना यही वाली मम्मी पसंद है. മേളത്തെ കണക്ഷൻ അവരൊന്ന് ശരിയാക്കിയോളൂ. इसकी 2 मम्मी है ना. मुझे वही वाली पसंद है सबसे ज्यादा. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ? ये भी पसंद है. ये आंटी थोड़ी प्यारी सी है. മൂപ്പര് എങ്ങടെ അവിടെ ആയിരുന്നപ്പോ വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനക്ക്. കണക്കൊപ്പിച്ച് മാസം വരുന്ന പൈസേനേക്കാളും വലുതല്ലേ മോനെ നമ്മുടെ കൂടെ തന്നെ ഒരാളുണ്ടെന്നുള്ള തോന്നല്. പൂർത്തിയാക്കണം. എന്ത് ഇതോ? ഇതല്ല അവിടെ ഉള്ളുന്നത്. നല്ല കഷ്ടപ്പാടുണ്ടാവും. നീ അങ്ങോട്ട് ചെന്നേ. വാ 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 വാ, നടക്ക്. ശശിയേട്ടൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അറിയില്ല മോനെ, ഒന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. അയ്യോ എൻ്റെ അമ്മേ, ശരണം. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു മടിയോ കുറ്റബോധമോ ഒക്കെ ഉള്ളിലുള്ള പോലെയായിരുന്നു മറുപടി. എന്തോ വലിയൊരു കാര്യം മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. പിന്നെ ഞാനും നിർബന്ധിച്ചില്ല. ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് സ്വയം അഭിനയിച്ച് ജീവിക്കുമ്പോൾ അതൊന്നുമില്ല നിങ്ങൾ ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അന്നേരം അറിയാതെയാണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ മൂപ്പരെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ പാവം പോയപ്പോ മൂപ്പരുടെ സ്വത്ത് മുഴുവൻ എനിക്ക് തന്നിട്ടല്ലേ പോയത്. മോനെ, നിങ്ങളെ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞ്. അതെ, ഞാനത് ഗസ് ചെയ്തായിരുന്നു. കുടുംബത്തിലൊരാള് ജീവിക്കാൻ നെട്ടോട്ട് ഓടുമ്പോ നിങ്ങൾ നമുക്ക് തന്നെയല്ലേ മുൻതൂക്കം തരുന്നത്. ആയുസ്മുട്ട്, അനന്തകൃഷ്ണൻ അശ്വതി പ്രണയമുട്ട്, ഗോപകുമാർ ഭരണി സന്താനമുട്ട്. Oh God.